കൊടുക്കൂല. പ്രഗത്ഭരായ അഭിഭാഷകരാണ്. അന്ന് തിരുവിതാംകൂർ മള്ളൂർ അന്ന് രൂപയ്ക്ക് ഇന്നത്തെ പോലെയല്ല, 1000 രൂപയും മള്ളൂരും ഉണ്ടെങ്കിൽ ആരെയും കൊല്ലാം എന്നൊരു തൊഴിലുണ്ടായിരുന്നു. ഇപ്പൊ അത് മാറിയിരിക്കുന്നു. രാഷ്ട്രീയ സ്വാധീനവും സമ്പത്ത് കയ്യിലുണ്ടെങ്കിൽ മാർക്സിസ്റ്റുകാരാണെങ്കിൽ ആരെയും കൊല്ലാം. മാർക്സിസ്റ്റ് സഹായാത്മകരും സമ്പത്തുള്ളവർക്കും ഗവൺമെന്റിനെയും പോലീസിനെയും സ്വാധീനിക്കാം. ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്നേ തീരും. അതിനാണ് സർക്കാർ ശക്തമായ നടപടികൾ എടുക്കാൻ വേണ്ടിയാണ് ഈ നേരിട്ട് ഞങ്ങൾ പല പ്രാവശ്യം സർക്കാരിന്റെ മുമ്പിൽ പല നിർദ്ദേശങ്ങൾ വെച്ചു. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് അടക്കം പ്രതിപക്ഷ അംഗങ്ങൾ എത്രയോ പ്രശ്നങ്ങൾ ഉയർത്തി. അതിനോടെല്ലാം ഗവൺമെന്റ് എടുക്കുന്ന നിലപാട് രാഷ്ട്രീയ പ്രേരിതമായ നിഷേധാത്മകമായ ലഹരി മാഫിയയെ നിയന്ത്രിക്കാനും സർക്കാരിന് കഴിയാത്തതിന് ഈ രാഷ്ട്രീയ ബന്ധങ്ങളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കോളേജുകളിൽ ഉണ്ടായിട്ടുള്ള 2 റാഗി കൊലപാതകങ്ങളുണ്ടായി. അത് പൂക്കോട്ടൂർ വെറ്റിനറി കോളേജിലും കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലും 2ഇടത്തും SFIക്കാരാണ് കുറെ ആളുകൾ. അതുകൊണ്ട് തന്നെ നടപടിയെടുക്കുന്നതിൽ സർക്കാരിന് വലിയ അറപ്പും മടിയുമാണ്. ക്യാമ്പസുകളിൽ നടത്തുന്ന ഇപ്പൊ ഇന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പ്രത്യേക സംവിധാനമുണ്ടാക്കും. പക്ഷേ എന്ത് സംവിധാനമുണ്ടാക്കിയാലും മയക്കുമരുന്നുമായി കോളേജുകളിലെത്തുന്ന ആളുകളെ മുഖം നോക്കാതെ നിയമത്തിച്ചുകൊണ്ട് ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. മുസ്ലിം ലീഗിന്റെ നേതാവ് ശ്രീ നജീബ് കാന്തപുരം MLA. അഭിമന്യനായ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ UDFന്റെ സമാദരണീയരായ നേതാക്കന്മാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, കേരളം കാത്തിരിക്കുന്ന ഒരു ശക്തമായ പ്രതിരോധ പ്രവർത്തനത്തിന്റെ തുടക്കമായിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ ഉപവാസ സമരത്തെ ഞങ്ങൾ കാണുന്നത്. ഈ ഉപവാസ സമരം കേവലം ജനങ്ങളെ ഉണർത്താനുള്ള ഒരു